ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. പറയാൻ വേണ്ടി പോകുന്നത് 2024 ഫെബ്രുവരി മാസം 2025 ഫെബ്രുവരി 2-ാം തീയതിയായി. അപ്പോൾ തീർച്ചയായും നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന കാര്യം വേറെ ഒന്നല്ല, 2024 ഫെബ്രുവരി എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു മാസം തന്നെയായിരിക്കും. കാരണം മലയാള സിനിമയുടെ മാറ്റങ്ങൾ സംഭവിച്ച അല്ല തലരം മാറ്റിയിട്ടുള്ള ഒരു വർഷം തന്നെയായിരുന്നു. ഇറങ്ങിയ ഒട്ടുമിക്ക പടങ്ങളും ഹെവി പോസിറ്റീവ് റെസ്പോൺസും അതിഗംഭീരമായിട്ട് കളക്ഷൻസും എല്ലാം ഉണ്ടായിരുന്നു. ടോവിനോ തോമസിന്റെ അന്വേഷണം കണ്ടെത്തുവാണെങ്കിലും ഏകദേശം 32 കോടിക്ക് മുകളിലായിട്ട് കളക്ഷനൊക്കെ നേടിയിരുന്നു. അതുപോലെ നെറ്റ്ഫ്ലിക്സിലൊക്കെ മികച്ച അഭിപ്രായം ട്രെൻഡ് ലിസ്റ്റിലും കയറിയുള്ള പടം തന്നെയാണ്. പക്ഷെ പടം ചിലർക്ക് ഒരു ഏവറേജ് അനുഭവമായിട്ട് മാറിയെങ്കിലും എനിക്ക് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ത്രില്ലർ ലെവൽ തന്നെയാണ് അന്വേഷണം കണ്ടെത്തും എന്ന് പറയുന്നത്. കാരണം നീറ്റായിട്ടുള്ള ഒരു പടം അത് നീറ്റായിക്കൊണ്ട് തന്നെ അവസാനിപ്പിച്ച് കൂടുതലായിട്ടുള്ള എക്സസ്മെൻ്റ് പരിപാടിയും കാര്യങ്ങളൊന്നും കൊണ്ടുവരാതെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സാധാരണ പോലീസുകാരൻ്റെ അവസ്ഥ എന്താണോ അത് വ്യക്തമായി തന്നെ കാണിച്ചു വന്നു. അടുത്തായിട്ട് നമ്മുടെ മമ്മൂക്കയുടെ ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രമായി റിലീസ് ചെയ്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമായിരുന്നു. കാരണം നീണ്ട ഒരുപാട് വർഷം ശേഷം മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു മെഗാസ്റ്റാർ എന്ന് പറയുന്ന നടൻ്റെ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിലീസ് ചെയ്യുന്നു. അത് ഗംഭീരമായിട്ട് നെഗറ്റീവ് ഷെഡ്യൂളുള്ള കഥാപാത്രമായിട്ട് അതിന് സപ്പോർട്ടായി അർജുന അശോകനും സിദ്ധാർത്ഥ് ഭരതനും ഒക്കെ ഗംഭീരമായിട്ട് പ്രകടനം കൊണ്ട് ആളാടിയിരുന്നു. കാരണം മെഗാസ്റ്റാർ എന്ന് പറയുന്ന നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇദ്ദേഹം ഒക്കെ ഈ റോൾ ചെയ്യുമോ എന്ന് പറയുന്നതൊക്കെ ഒട്ടും തന്നെ സങ്കല്പിക്കാത്ത തരത്തിലുള്ള പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ച്. എൻ്റെ മനയിലേക്കുള്ള സ്വാഗതം എന്ന് പറയുന്ന ആ ഡയലോഗ് പോലും ഗംഭീരമായിട്ടുള്ള ട്രെൻഡിങ് തന്നെയായിരുന്നു. ഏകദേശം 50 കോടിക്ക് അടുത്തായിട്ട് കളക്ഷൻ നേടിയുന്ന പ്രത്യേകത ഭ്രമയുഗത്തിനുണ്ടായിരുന്നു. അടുത്ത ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ മലയാള സിനിമയുടെ തലവരം മാറ്റും എന്ന് വിചാരിച്ച 2 പടങ്ങൾ പ്രേമലിയും അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സും ഓരോ ദിവസം റിലീസ് ചെയ്യുന്നു. ഹെവി പോസിറ്റീവ് റിപ്പോർട്ടുമായി 2 ചിത്രങ്ങളും മുന്നേറുന്നു. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ നിന്നും അപ്പുറത്തോട് തമിഴ്നാട്ടിലും തെലുങ്കിലൊക്കെ മികച്ച അഭിപ്രായങ്ങൾ നേടി ഇങ്ങനെയും പടം ചെയ്യാമെന്ന് സാധിക്കുന്നു എന്ന് പറയുന്ന മലയാളികളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കൂട്ടം വിഭാഗങ്ങളടക്കം അല്ലെങ്കിൽ സൗഹൃദത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ട ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. ഏകദേശം 232 കോടി രൂപയോളം കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ട് പ്രകാരം മായിട്ട് വന്നിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് മാത്രമായി 100 കോടിക്ക് മുകളിലും കളക്ഷൻ നേടിയിരുന്നു. മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് പ്രേമിലുമാണ്. പ്രേമിനെ കുറിച്ച് നമുക്കറിയാം, നെസ്ലിൻ, മമിത ബൈജു തുടങ്ങിയ കൂട്ടുകെട്ടിൽ നെസ്ലിൻ എന്ന് പറയുന്ന നടൻ്റെ തലവരെ മാറ്റിയൊരു വർഷം തെലുങ്കിൽ നിന്നും മാത്രമായിട്ട് മികച്ച അഭിപ്രായം നേടുന്നു. JD എന്ന് പറയുന്ന ആ കഥാപാത്രം JK തോന്നുന്നു, ആ കഥാപാത്രം സാക്ഷ രാജമൗലിയിൽ പോലും പ്രശംസ ഒരു വർഷം തന്നെയായിരുന്നു പ്രേമിലു കണ്ടിട്ട്. ഏകദേശം 100 കോടിക്ക് മുകളിലായിട്ട് കളക്ഷൻ പ്രേമിലും നേടിയിരുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. അപ്പോൾ 2024 ഫെബ്രുവരി മാസം എന്ന് പറയുമ്പോൾ ഗംഭീരമായിട്ട് ഒരു മാസം തന്നെയാണ് ഇത്. നമുക്ക് 2025 ഫെബ്രുവരി കടക്കുമ്പോൾ അജിത്തിൻ്റെ തമിഴ് പടം വരുന്നുണ്ട്. അതുപോലെ ഫെബ്രുവരി 14 തന്നെ ഒരുപാട് പടങ്ങളാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പൈങ്കിളി, അതുപോലെ തന്നെ ബ്രോമാക്സ്, അതുപോലെ തന്നെ ദാവിദ്, മമ്മൂക്കയുടെ ബസുക്ക, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ. ഒരു പക്ഷേ ഈ 2025 ഫെബ്രുവരിയും അതേപോലെ തന്നെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതായിരിക്കും ബൈ ബൈ.